പിന്നെ യൂട്യൂബിൽ ഇതൊന്നും കണ്ടു പഠിക്കുന്ന മോളല്ല ഞാൻ. കാരണം അങ്ങനെയാണ് എൻ്റെ കൊച്ചിൽ എൻ്റെ മോളെ പ്രായത്തിൽ ഞാൻ എന്താ പറയുക അടിയും അതും ഇതൊക്കെ കണ്ടു വളർന്നതാണ്, മനസ്സിലായില്ലേ. അപ്പം അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇറങ്ങി ഇപ്പോൾ എല്ലായിടത്തും അറിയാമല്ലോ. നമ്മളത് ഫേസ്ബുക്കും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ നോക്കിയാൽ അറിയാമല്ലോ. യൂട്യൂബിൽ യൂട്യൂബിൽ അങ്ങനെ തന്നെ ഒരുപാട് ഇതൊക്കെ കാണുന്നതാണ്. അപ്പം ഇപ്പം അങ്ങനെ അറിഞ്ഞുകൂടാത്ത കാലത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ. അപ്പം അതുകൊണ്ട് ഷൈനി ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല. പിന്നെ വേറൊന്നുമല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിള്ളേരാകുമ്പോൾ അറിയാമല്ല, പിള്ളേരാണെങ്കിൽ നമ്മളെ സ്നേഹമുള്ളവർക്ക് വിട്ടു പോകില്ല, മനസ്സിലായില്ലേ. അപ്പം അത് മുതലെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ അതുപോലെ ഞാൻ ഇതിൽ വരാത്ത വേറെ ഇത് വരണമെന്നുണ്ട്, ഇതിൽ ഇടാൻ വേറെ നല്ല എനിക്ക് കുറച്ച് ഞാൻ പുതിയ ഇതൊക്കെ എൻ്റെ സ്റ്റാൻഡില്ല കേട്ടോ, ചെറിയൊരു സ്റ്റാൻഡ്, അതെങ്ങനെയെങ്കിലും ഒപ്പിക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് ഇഷ്ടമുള്ളവരും കാണുമല്ലോ, ഒപ്പിക്കണം. എനിക്ക് കുറച്ചല്ല ഒരു വീഡിയോ ചെയ്യണം. അത് മറ്റേ എല്ലാം ഞാനാണ് ഹൊറാറില്ലേ അത്. അപ്പം എനിക്ക് അത് അറിയണമെന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ അത് അറിയണമെന്നുണ്ട്. പിന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് അങ്ങനെ ഉള്ളവർക്ക് കാണാം, എന്നുവെച്ചാൽ ഇങ്ങനെ കാണിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതുള്ളവർക്ക് കാണാമല്ലോ. പിന്നെ മറ്റേ അല്ലാത്ത ഫോണൊന്നുമില്ല, അതിനുള്ളതൊന്നുമില്ല. അപ്പം അതിൽ ഇങ്ങനെ എന്തോ ഇത് വരുമ്പോൾ റെഡ് കളർ കാണിക്കുമെന്ന് പറയണം. പക്ഷെ ആ ഒരു ഇതില്ല. എന്തായാലും ഞാനാണ് അത് ഇത് പറയുന്നതും കാണിക്കുന്നതെല്ലാം ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നുവെച്ചാൽ അങ്ങനെയാണ്. പിന്നെ ഞാനൊരു ഇതിട്ടിട്ടുണ്ടേ. പിന്നെ നമ്മളെ ഈ യൂട്യൂബിലാണല്ലോ ഇട്ടത്, മറ്റേ നമ്മളെ കഥയില്ല ചെയ്തത് അല്ലേ. അപ്പം ഈ പേര് പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ്, 300 കേസിൽ കിടന്ന് വെളിയിലങ്ങ് ഇറങ്ങാൻ പറ്റാത്തവനാണ്. കള്ളിയടി ആളെ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മൾ വീഡിയോ വരത് എന്നെ വിളിക്കണം. ഹലോ കട്ടായി പോയാ. അപ്പം നമ്മൾ ഹൊറാറും കൂടെ ഉൾപ്പെടുത്തിയാണ്, ഉൾപ്പെടുത്തിയാണ്. എനിക്ക് ഞാൻ എൻ്റെ ബാഗിൽ പോകുക. എൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല, നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കണം. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷെ ഒരു വ്യക്തിക്ക് എൻ്റെ കൂടെ നടക്കേണ്ട എന്തൊക്കെ പറയാനുണ്ട്. പക്ഷേ എന്താ പറയുക, അത് എൻ്റെ അമ്മ പറഞ്ഞ് വിശ്വസിക്കില്ല. അത് എൻ്റേതായിട്ടതാണ്. നിങ്ങൾ കാണണം, നിങ്ങളെങ്കിലും വിശ്വസിക്കണം. പിന്നെ ശരി, എല്ലാവർക്കും സുഖം തന്നെയല്ലോ. ഞാൻ എന്തെങ്കിലും ശകല ഇടവേള കഴിഞ്ഞ് വരും, മനസ്സിലായില്ലേ. എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് കുറേ ലക്ഷങ്ങൾ കിട്ടുമെന്നാണ് പറയണത്, മനസ്സിലായില്ലേ. അത് മാത്രമല്ല, അത് എനിക്കും വേണ്ടിയതായിട്ടുണ്ട്. എന്നാണ് ശരി, എല്ലാവർക്കും സുഖം തന്നെയല്ലോ. ഒന്നും കണ്ട് പേടിക്കുന്ന ആളല്ല ഞാൻ. എത്രയോ ഇത് കഴിഞ്ഞ് വന്ന ആളാണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ, അതേ അനുഭവമുള്ള നിങ്ങളും അതുപോലെ ആയിരിക്കണം. എന്നാ